ഇഷ്ടാന്ന് പറഞ്ഞു. എന്നിട്ട് മറുപടി കൊടുത്തോ കത്തിന്? ഇല്ലില്ല, സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു. താങ്ക് യു ഫോർ റിസീവിംഗ് യുവർ ലെറ്റർ. താങ്ക് യു ഫോർ റിസീവിംഗ്. ഒഫീഷ്യൽ നിങ്ങൾ എന്താ വളരെ വ്യത്യസ്തമായി ഓണത്തിന് ഇങ്ങനെ ഒരു ഡ്രസ് ഇട്ടുണ്ടോ രണ്ടുപേരും? ഇല്ല, ചോദിച്ചില്ല. ഇവനാണ് പറഞ്ഞത് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട്, അപ്പൊ കോസ്റ്റ്യൂമിന്റെ കാര്യം ഞാൻ അവനോട് ചോദിച്ചു. അപ്പൊ തന്നെ ഞാനിങ്ങനെ പ്രാർത്ഥിക്കായിരുന്നു, ഈശ്വരാ എല്ലാരും ഇങ്ങനെ തന്നെ വരണേ, ഒരുമാതിരി പുലിവാൽ കല്യാണം. ഞാൻ 2-3 ക്വിക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഓക്കെ, ചറപറാന്ന് പറയാം, അതിന് ടൈമൊന്നും എടുക്കരുത്. ഓക്കെ, നിങ്ങൾക്ക് രാവിലെ കഴിച്ച ഫുഡ് എന്തായിരുന്നു? ഇഡ്ലി 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 വട ചായ ഇഡ്ലി വട. ഫാമിലി പേഴ്സൺ ഉദ്ദേശിച്ചു കുടുംബമായിട്ട് കൂടുതൽ സമയം ചെലവഴിക്കുന്ന ഒരാളെ ഈ കൂട്ടത്തില് അരവിന്ദ് വീട് അങ്ങോട്ട് വരും, അച്ഛൻ അവരെല്ലാരും അപ്പൊ അരവിന്ദ് തന്നെ അരവിന്ദ് എല്ലാരും. ആക്ച്വലി ഞാൻ അവന്റെ അടുത്ത് അതുപോലെ എന്താ ചോദിച്ചു, പക്ഷെ അവൻ അതിനെ പറ്റി അങ്ങനെ ചിന്തിച്ചിട്ടില്ലായിരുന്നു. വിനയം കൊണ്ടാ? വിനയം കൊണ്ടല്ല, ബുദ്ധിയില്ലാത്തോണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട കറി ഏതാ? ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുവോ? ഗോകുലിനോ? അടുക്കളയിലൊക്കെ അൽഫാം ഗോകുൽ സാധാരണ ഇങ്ങനെ കേൾക്കുമ്പോ തിരിച്ചൊന്നും പറയാണ്ടിരിക്കേണ്ടതല്ല. അല്ല അല്ലേ, വായിൽ ചോറായ നമ്മള് മാത്രല്ല, അതൊന്നും റെക്കോർഡ് കൊറേ പേര് ഇതിന്റെ ബാക്കിലുണ്ട്. എല്ലാരും പലതിനാണല്ലോ ചിരിക്കുന്നത്. മിൽമ മിൽക്ക് വിഷസ് യു എ ഹാപ്പി ഓണം. ഇത് ആഘോഷങ്ങളുടെ സമയമാണ്. ജിഞ്ചർ മീഡിയയുടെ ഈ ഓണാഘോഷത്തിന് ഇരട്ടി മധുരം പകരാൻ വേണ്ടിയിട്ട് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട പിന്നണി ഗായകരാണ്. ശരിക്കും എനിക്കിങ്ങനെ ഇരിക്കുമ്പോണ്ടല്ലോ നമ്മുടെ ക്ലാസ്സിൽ സാറ് പഠിപ്പിക്കാതിരിക്കുക, രണ്ട് സൈഡിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഫീല്. ഞാനൊരു അറ്റൻഡൻസ് വിളിക്കട്ടെ? അറ്റൻഡൻസ് വിളിക്കുമ്പോ ആരൊക്കെ ഉണ്ടെന്ന് പറയണം. പ്രസന്റ് സാർ എന്ന് പറയണം. അരവിന്ദ് പ്രസന്റ് സാർ. നന്ദ പ്രസന്റ് സർ. കഴിച്ചില്ല? കഴിച്ചു. ഓക്കെ. ബൽറാം? അയ്യോ. ഗോകുല്? അതിലൊന്നും വന്നില്ല. ലീലോട്ട് വീട്ടിൽ നല്ല വിളിച്ചോണ്ട് ഒരു കാര്യം പ്രത്യേകം പറഞ്ഞല്ലേ. ശ്രീരാജ്? ഓക്കെ. നീലിമ? ഓ, അതിന് ആ ഒരു പ്രസന്റിനുള്ള ഒരു ഊർജം ഉണ്ടല്ലോ. ഒരു ദിവസവും ക്ലാസ്സിൽ കൃത്യമായിട്ട് വരത്തില്ല, സമയം ഇപ്പഴേ എത്തി തന്നെ, അത് തന്നെ ഭാഗ്യമൊന്നല്ലേ. ഗോകുല് ഇപ്പോഴും ആ ഒരു ശീലം കീപ്പ് ചെയ്യാറുണ്ടോ, കൃത്യസമയത്തിന് എത്താതിരിക്കുന്ന? അതായത് അങ്ങനെ ആയി പോകുന്നതാണ്. എന്തുകൊണ്ട് അറിയില്ല, എവിടെയെങ്കിലും കാണിച്ചോ? ഒരു സ്വഭാവത്തിന്റെ ഭാഗമായിട്ട് ആണോ? എല്ലാം ലാസ്റ്റ് മൊമെന്റിൽ ജസ്റ്റ് കുറച്ച് തിരക്കായുണ്ട് രാവിലെ. ലാസ്റ്റ് ആവുന്നാലും ലേറ്റസ്റ്റ് വരിക എന്നുള്ളൊരു സ്റ്റൈല് കീപ്പ് ചെയ്യുന്നുണ്ടാണോ? അങ്ങനെ സ്റ്റൈൽ കീപ്പ് ചെയ്യുന്നില്ല, അത് അങ്ങനെ ആയി പോകുന്നു. ഈ സ്റ്റേജിൽ ഓടി കയറിയിട്ടുണ്ടോ പാട്ട് പാടാൻ? ഷോ തുടങ്ങാൻ നിർത്തുന്നുണ്ട്? ഇല്ല, അങ്ങനെ അത് നമ്മുടെ ചോറ് അതിൽ തൊട്ട് കളിയാണ്. ഇന്റർവ്യൂലൊക്കെ ലേറ്റ് ആയി വരുത്തുണ്ടല്ലേ? ലേറ്റ് ആയിട്ട് വരരുത്, ആദ്യമായിട്ട് ഫസ്റ്റ് സത്യമായിട്ടും ആദ്യമായിട്ടാണ്. അതുകൊണ്ട് ക്ഷമിച്ചിരിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഈ ഒരു കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് എങ്ങനെ തഗ് കുറഞ്ഞിട്ടുണ്ടോ കൂടിയിട്ടുണ്ടോ? അത് എനിക്കറിയില്ല. പൊതുവെ എങ്ങനെ ആളുകൾ എന്താ പറയുന്നത്, ശ്രീ നന്നായോ അല്ലെങ്കിൽ പിന്നെ വിഷയമാണെന്നാണോ പറയുന്നത്? അങ്ങനെ ആരും പറയാറൊന്നുമില്ല. ഒരു അഭിപ്രായം പറയാമല്ലോ ഇപ്പൊ ശ്രീയെ കുറിച്ച്? പാട്ടിനെ പറ്റി പറയാറുള്ളൂ, എന്നെ പറ്റി ആരും അഭിപ്രായം പറയാറില്ല. പറയേണ്ട ആവശ്യമില്ലല്ലോ, നമ്മളങ്ങനെ മൈൻഡ് ആക്കാറില്ല. ഈ പാട്ട് ലാലേട്ടന്റെ സിനിമയിലെ പാട്ടാണെന്നൊക്കെ വീട്ടിൽ പറഞ്ഞു, വീട്ടിൽ നിന്നൊരു എക്സൈറ്റ്മെന്റ് എങ്ങനെ ഉണ്ടായിരുന്നു? വീട്ടില് അവര് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ആദ്യം ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോ അവരങ്ങനെ എക്സൈറ്റ്മെന്റ് കാണിക്കാറില്ല. അമ്മ എപ്പോഴും പ്രാർത്ഥിക്കും ഇത് നടക്കണേ എന്നുള്ളൊരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന എന്തോ വലിച്ചു, സന്തോഷകരമായി നടന്നു. പടം വിറ്റായി, പാട്ട് വിറ്റായി അല്ലേ? നിങ്ങൾ എന്താ വളരെ വ്യത്യസ്തമായി ഓണത്തിന് ഇങ്ങനെ ഒരു ഡ്രസ് ഇട്ടുണ്ടോ രണ്ടുപേരും? ബഹിഷ്കരണമല്ല, പ്രതിഷേധം അല്ല. പ്രതിഷേധോ എന്തെങ്കിലും പറ. ഞാനിങ്ങനെ വരാൻ കാരണം ആണല്ലേ? ചതിച്ചതാ? എന്ത് പറഞ്ഞു? ഞാൻ ഇവനോട് ചോദിച്ചായിരുന്നു നീ എന്താ ഡ്രസ് ഇടുന്നേ, അപ്പൊ എല്ലാരും കാഷ്വൽസ് ഓണത്തിനല്ലേ? അപ്പൊ ഞാൻ പറയാ അങ്ങനെ ആയിരിക്കും. അപ്പൊ പറഞ്ഞ ഉറപ്പായിട്ടും അങ്ങനെ ആയിരിക്കും, ഇത് ഇങ്ങനെ ഇട്ടിട്ട് വന്നാൽ മതി. ഇത്രയും ട്രസ്റ്റ്ഫുൾ ആയിട്ടുള്ള ഒരു സുഹൃത്തിനെ കിട്ടിയതാണ് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് അല്ലേ? വേറെ ആരും നിങ്ങൾക്ക് ചോദിച്ചില്ല ഇവരോടാരും? ഇല്ല, ചോദിച്ചില്ല. ഇവനാണ് പറഞ്ഞത് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട്, അപ്പൊ കോസ്റ്റ്യൂമിന്റെ കാര്യം ഞാൻ അവനോട് ചോദിച്ചു.
അപ്പൊ തന്നെ ഞാനിങ്ങനെ പ്രാർത്ഥിക്കായിരുന്നു, ഈശ്വരാ എല്ലാരും ഇങ്ങനെ തന്നെ വരണേ, ദൈവമേ, ആ. ഒരുമാതിരി പുലിവാൽ കല്യാണം. അതാ ഞാൻ ജയതീഷ്കുമാർ വന്ന് അടുക്കിരിക്കില്ലേ ആ ഒരു ഫീല്. സത്യം. പക്ഷെ ഡ്രസ്സിൽ നിങ്ങൾ ലുക്കാണ്, സംശയം ഒന്നുമില്ല. പക്ഷെ സാഹചര്യമായിട്ട് അങ്ങോട്ട് ഒത്തു പോകുന്നില്ല എന്നുള്ളൊരു ചെറിയ പ്രശ്നം മാത്രമേ ഉള്ളൂ. ഓക്കെ, അത് നിങ്ങളായതുകൊണ്ട് നമ്മൾ അങ്ങ് അക്സെപ്റ്റ് എന്നാലും ഒരു ചെയ്തു. വെറൈറ്റി ആയില്ലേ? ഒരു പുതുമയാണ്, അതുകൊണ്ട് നിങ്ങളെ ചർച്ച ചെയ്തു. കണ്ടന്റിന് വേണ്ടിയാ ഞങ്ങൾ ഇങ്ങനെ വന്നത്. മെന്റലിസ്റ്റ് എത്ര പേർക്ക് ഇഷ്ടമാണ്? എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? ഞാൻ ചെയ്തു. ശ്രീരാജിനെയൊക്കെ കാമുകിയുടെ പേര് ചിലപ്പോ പുറത്തു പറഞ്ഞിരിക്കും. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം വരുന്നത്. ടെൻഷനുണ്ടോ? ടെൻഷനുണ്ടോ? അതല്ലാന്ന് പറഞ്ഞപ്പോ പറഞ്ഞപ്പോ ഒരു പേടി. പറയുന്നില്ലോ. കുഴപ്പമില്ല, ആ ധൈര്യ സമയത്ത് നേരിടാൻ തയ്യാറാണ്. നിങ്ങൾ ഉറപ്പ് പറഞ്ഞാൽ ഞാൻ വിളിക്കാം. എന്നാ വേണ്ട. എന്താ വേണ്ട? ഇപ്പൊ ഇതിന്റെ ഒരു സമയമാണല്ലോ മെന്റലിസം. ഈ പറഞ്ഞ പോലെ നമുക്ക് എവിടെ ചെന്നാലും കാണാൻ പറ്റുന്നത് സ്റ്റേജ് ഷോസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കേരളത്തിൽ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട മെന്റലിസ്റ്റുകൾ ഒരാളാണ് ശ്രീ വിഷ്ണു. അപ്പൊ ബാക്കി ഞാൻ വിഷ്ണുവിന്റെ കൈമാറുന്നു. നമസ്കാരം. നമ്മളൊരു സംഭവം ട്രൈ ചെയ്ത് നോക്കാം. നോർമലി എനിക്ക് എല്ലാ പെർഫോമൻസ് ചെയ്യുമ്പോഴും നമ്മളൊരു പെർഫോമൻസ് ചെയ്യുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ. ടെൻഷൻ അല്ല, ആക്ച്വലി ഇത് വർക്ക് ആവില്ലോ എന്ന്. ചിലപ്പോൾ വർക്കാവും, ചിലപ്പോൾ വർക്കാവില്ല. നമുക്ക് എഡിറ്റ് ചെയ്യാം, കുഴപ്പമില്ല. നമുക്കൊരു കാര്യം ട്രൈ ചെയ്യാം, എല്ലാവരുമായിട്ട് ലിങ്ക് ചെയ്ത്. ഓക്കെ, എല്ലാവർക്കും ഏറ്റവും നന്നായിട്ട് കള്ളം പറയാൻ അറിയുന്നത് അത് പിന്നെ സിമ്പിൾ ആണല്ലോ. ആർക്കൊക്കെ ഒരു പാവം കള്ള എല്ലാവർക്കും പറയാൻ ഏറ്റവും നല്ല പ്രൊഫഷണലി പറയാൻ അറിയാവുന്ന ആർക്കാ? നീലിമ നല്ല സപ്പോർട്ട് ഉണ്ട്, അതുകൊണ്ടാ. ഞാനൊരു കാര്യം ചെയ്യാം. നിങ്ങൾക്ക് ഒരാൾക്ക് എന്റെ കണ്ണൊരാൾക്ക് പൊത്താം, ബ്രോന് വേണമെങ്കിൽ എന്റെ കണ്ണ് പൊത്താം. ഒരാള് എണീറ്റ് വരിക, ഈ വെള്ളം കുടിക്കുക. ഓക്കെ, ആരാന്ന് പറയണ്ട. ഒരാൾക്ക് വരാം, വന്ന് ഈ വെള്ളം കുടിക്കാം. ഇതിനകത്ത് ആർക്ക് വേണമെങ്കിലും വരാം. ഈ 6 പേരിൽ ബ്രോ എന്റെ കണ്ണൊന്ന് പൊത്തുവാണെങ്കിൽ ഒന്ന് അതിനു മുമ്പ് നിങ്ങളോട് ഡിസൈഡ് ചെയ്തു. അയ്യോ വേറെ ഒന്നുകൂടെ നിങ്ങളോട് നോക്കാം. എന്റെ കണ്ണൊന്ന് ഞാൻ തിരിഞ്ഞേക്കാം. ഒന്ന് കണ്ണ് വേണമെങ്കിൽ ഞാൻ തിരിഞ്ഞു കണ്ണു പൊത്താം. അതൊക്കെ കണ്ണെടുത്തുള്ള ആവേശം കൊണ്ട് ഒരാൾക്ക് എണീറ്റ് വരാം, എന്നിട്ട് വെള്ളം കുടിക്കാം. കുടിച്ചോ? ഇല്ല, പറയാം. കുറച്ച് കുടിച്ചാൽ മതി. എന്റെ പഴയ പൊസിഷനിൽ പോയി ഇരിക്കാം. കഴിഞ്ഞു, ഇരുന്നു. തുറന്നു. ഇനിയിപ്പോ എന്താ പൈൻറ്റ് കുടിയോ? ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ നിങ്ങളോട് പലതും ചോദിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ സത്യം പറയാം, നിങ്ങൾക്ക് വേണമെങ്കിൽ കള്ളം പറയാം, നിങ്ങളുടെ ഇഷ്ടമാണ്. ഓക്കെ, നിങ്ങൾ 6 പേരിൽ ഒരാളാണ്. ഹായ്, ഈ വെള്ളം കുടിച്ച ബ്രോയാണോ? ഞാനല്ല. ഷുവർ? പക്ഷെ ഒരു ചാൻസ് ഉണ്ട്, എനിക്ക് തോന്നുന്നു ബ്രോ ആവാൻ ചാൻസ് ഉണ്ട്. അല്ല? ഉറപ്പാ? കുട്ടിയാണോ? എനിക്കറിയില്ല. ഓക്കെ, ലോയർ ആണെന്നല്ലേ പറഞ്ഞ? വെള്ളം കുടിച്ചായിരുന്നോ? കള്ളം പറയാറുണ്ടല്ലേ? ഉറപ്പാ? ഈ വെള്ളം കുടിച്ചത് നിങ്ങളാണോ? ഉറപ്പാ? നിങ്ങൾക്കൊന്ന് പറയാവോ? പുള്ളിയാണോ? പറയാം, നിങ്ങൾക്ക് പറയാം. അല്ല? ഉറപ്പാണോ? ഷുവർ? പക്ക? ഇദ്ദേഹത്തിന്റെ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് കുറച്ചായിട്ട്. ഇദ്ദേഹം ആവാൻ ചാൻസ് ഉണ്ട്. ഹായ്. ആ വെള്ളം കുടിച്ചത് നിങ്ങളാണോ? ഷുവർ? പക്ഷെ ഒരു ചാൻസ് ഉണ്ടല്ലോ. പ്രോമിസ് നിങ്ങളല്ല? ഉറപ്പാണ്? ഓക്കെ. ഹായ്, ലേറ്റ് ആയി വന്നുകൊണ്ട് ചോദിക്കുക, നിങ്ങളല്ലേ വെള്ളം കുടിച്ചത്? അതെ. നിങ്ങക്ക് കള്ളം പറയാൻ അറിയില്ല. വെള്ളം കുടിച്ചായിരുന്നു? ഉറപ്പാണ്? ബ്രോ ബ്രോ ആണോ? എന്തുകൊണ്ടാ നിങ്ങളെ ചൂസ് ചെയ്ത് നിങ്ങൾ വെള്ളം കുടിക്കാൻ കാരണം? അങ്ങനെയൊന്നുമില്ല, ഒരാള്
ഓക്കെ, ഞാൻ 2-3 ക്വിക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഓക്കെ, ചറപറാന്ന് പറയണം, അതിന് ടൈമൊന്നും എടുക്കരുത്. ഓക്കെ, നിങ്ങൾക്ക് രാവിലെ കഴിച്ച ഫുഡ് എന്തായിരുന്നു? ഇഡ്ലി ഇഡ്ലി. ഇഡ്ലി വട ചായ ഇഡ്ലി വട. ഹോട്ടലിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സുഹൃത്തിന്റെ പേര് പെട്ടെന്ന് ആലോചിക്കാവോ? അരവിന്ദ്. ജന്മനുള്ള നിങ്ങൾക്ക് ഒരു ചൈൽഡ്ഹുഡ് ടീച്ചർ ഉണ്ടാവില്ലേ? ആ ടീച്ചറിന്റെ പേര് ഒന്ന് മൈൻഡിലേക്ക് കൊണ്ടുവരാമോ? ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ശൈലജ. ബ്രോ എന്തുകൊണ്ടാ ലേറ്റ് ആയി വന്നപ്പോ? വണ്ടി കിട്ടിയില്ല, വീട്ടില് വണ്ടി ഇല്ലായിരുന്നു, അച്ഛനെടുത്തത്. എത്ര മണിക്ക് എണീറ്റ് രാവിലെ? 8 മണി. 9 മണിയുടെ ഷോയ്ക്ക് വരാൻ പറഞ്ഞത് 8 മണിക്ക്. ഓക്കെ, നിങ്ങള് ഇന്നലെ ലാസ്റ്റ് കോളിൽ വിളിച്ച ആളുടെ പേരൊന്ന് പറയാമോ പെട്ടെന്ന്? എയർടെൽ കസ്റ്റമർ കെയർ. എന്റെ ഫ്രണ്ടിന് പേരൊന്ന് പറയാമോ? സോന. സോന. കള്ളാണെങ്കിലും കേൾക്കാൻ കൊള്ളാം. രസമുണ്ട്. സൂനു. ആര് കള്ളം പറഞ്ഞാലും നിങ്ങൾ കള്ളം പറഞ്ഞില്ല, നിങ്ങൾ വെള്ളം നിങ്ങൾ കുടിച്ചിട്ടില്ല. ഓക്കെ, ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ആരാണ് ഈ വെള്ളം കുടിച്ചത്. നന്ദ. താങ്ക് യു. സത്യം പറയാ, വെള്ളം ദേഹത്ത് വേണം കണ്ടുപിടിച്ചാൽ. ഞാൻ ഇവര് വന്നപ്പോ തൊട്ട് ഇവരെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു ഓരോരുത്തർ. ഇവിടെ നിന്നിട്ട് അങ്ങ് കുളമാക്കി പരിപാടി. അടിപൊളി. അപ്പൊ എന്തായാലും നിങ്ങളെ കണ്ടത് സന്തോഷം. താങ്ക് യു സോ മച്ച്. വെൽക്കം ബാക്ക് ടു അവർ ഷോ. നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം. ഞാനൊരു വെറുതെ റൗണ്ട് ക്വസ്റ്റ്യൻസ് റാൻഡംലി ചോദിക്കാം. ഇതില് ആരാണ് എന്ന് പറയണം. ചോദിക്കുന്ന ആള് ഈ കൂട്ടത്തിൽ ആരാണെന്ന് നിങ്ങൾക്ക് റാൻഡംലി ചൂണ്ടിക്കാണിക്കാം, അല്ലെങ്കിൽ പറയാം. ഓക്കെ, ഈ ക്ലാസ്സിൽ ഒരു ശ്രദ്ധയില്ലാത്ത പയ്യനാ. ഓക്കെ, കേട്ടോ പറഞ്ഞത്? എന്താ പറഞ്ഞേ? എന്താ പറഞ്ഞ? മലയാളി, ഞാൻ കുറച്ച് റാൻഡംലി കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കും. അത് ഈ കൂട്ടത്തിൽ ആരാണെന്ന് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയണം. ആര് ചോദിക്കും? ഞാൻ ചോദിക്കും. ഞാൻ പിന്നെ എന്തിനാ ഇവിടെ ഇരിക്കുന്നത്? ഓക്കെ, റെഡി? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആരാണെന്ന് പറയണം. കൂട്ടത്തിൽ ഏറ്റവും സ്മാർട്ട്? തർക്ക വിഷയമല്ല, ഒരാളെ പറ, ഒറ്റ ആളുടെ പേര് പറ. അരവിന്ദ്. അത് ഞാൻ അംഗീകരിക്കുന്നു. ഓക്കെ, ഏറ്റവും കൂടുതൽ തമാശ പറയുന്നത്? ശ്രീരാഗ്. ബൽറാമുണ്ട്. ഓക്കെ, ജാട ഒട്ടും ഇല്ലാത്തത്? ബൽറാമിൻ. വിനയം കൊണ്ടാണല്ലേ അത് അംഗീകരിക്കുന്നത്. ഓക്കെ, ഏറ്റവും കൂടുതൽ ഗേൾസ് ഫാൻസ് ഉള്ളത്? ശ്രീരാഗിന് എല്ലാവർക്കും ഉണ്ടാവും. ഇവർ രണ്ടുപേരിൽ ഏറ്റവും കൂടുതൽ ആരായിരിക്കും? പ്ലീസ് നിങ്ങളൊന്ന് തുറന്ന് സംസാരിക്കും. അതെല്ലാവർക്കും ഉണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ കണക്ക് നമുക്ക് അറിയാൻ പറ്റില്ല. നിങ്ങളുടെ റാൻഡംലി ഇപ്പൊ നിങ്ങൾക്ക് 2 പേർക്ക് ഉണ്ടാവും എന്നാണ് പറയുന്നത്. പിന്നെ ഉറപ്പായിട്ടും എല്ലാവർക്കും ഒരു ഏകദേശം എത്ര ലക്ഷത്തോളം ഉണ്ടാവും? ഈ 55 ലക്ഷം ആളുകളെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ടോ? പരമാവധി നമ്മൾ ശ്രമിക്കാറുണ്ടല്ലേ? ഇതിനുവേണ്ടി ഒരു സമയം തന്നെ മാറ്റി വെക്കാറുണ്ടല്ലേ? നിങ്ങൾക്ക് ഈ പറഞ്ഞ പണ്ടത്തെ ലെറ്റർ ഒക്കെ വന്നിട്ടുണ്ടോ? കത്തുകള്? ഒരു കത്ത് വന്നോ? എവിടുന്നായിരുന്നു? കണ്ണൂർ. എന്തായിരുന്നു പുറത്ത് പറയാൻ പറ്റുന്ന മാറ്റർ ആയിരുന്നു? പുറത്ത് കത്ത് വരുമ്പോ എന്താ സാധാരണ ഒരു കത്ത് ഈ കാലത്ത് അല്ല, കത്ത് അതായത് മറ്റേ കൊണ്ടൊന്നുമല്ലല്ലോ. ആ സെൻസില് ഉള്ളത് ഒരെണ്ണം. പക്ഷെ മറ്റേ നമ്മള് സന്തോഷം അറിയിച്ച് അല്ലെങ്കിൽ ഇഷ്ടം അറിയിച്ച് കുറച്ച് പ്രായമായിട്ടുള്ളവര് അങ്ങനെ കുറെ കത്ത്. ഈ പറഞ്ഞ ചോര കൊണ്ട് എഴുതിയ കത്ത്? ചോര ഇല്ലായിരുന്നു. ചോരയില്ലായിരുന്നു, നോർമൽ പേന ഉണ്ടായിരുന്നു. അതിലെന്തായിരുന്നു? ആത്മാർത്ഥമായ സ്നേഹം തുളുമ്പിക്കായിരുന്നോ? അങ്ങനെ തുളുമ്പാൻ പറ്റില്ല, നമ്മള് അറിയില്ലല്ലോ നേരിട്ട്. അപ്പൊ അവരുടേതായ ഒരു എഴുതിയ ആളെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു? ഇല്ല. ഇത്ര മറുപടി കൊടുത്തോ തിരിച്ച്? ഇല്ല. അതെന്താ? ഒരു കത്തിനൊരു മറുപടി കൊടുക്കുക. ആ കത്തിന് ഒരു മറുപടി ഇപ്പൊ പറയാവോ? അയ്യോ, പ്രത്യേകിച്ച് മറുപടി ഒന്നും ഇല്ല. താങ്ക് യു സോ മച്ച്. വേറെ ആർക്കെങ്കിലും കത്ത് വന്നിട്ടുണ്ടോ? എനിക്ക് വന്നല്ല, എനിക്ക് ഒരു കോളേജിൽ നിന്ന് ഒരു കുട്ടി വന്നിട്ടുണ്ട്. അത് മറ്റേ ട്രിവാൻഡ്രത്ത് വഴുതക്കാട് മറ്റേ വിമൻസ് കോളേജ് ഉണ്ടല്ലോ, അവിടെ ഒരു ഇനോഗ്രേഷൻ പോയപ്പോൾ ഞാനും അച്ഛനും കൂടെ പോയത്. അപ്പൊ അവിടെ ഒരു കുട്ടി എനിക്ക് കുറെ നാളായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കണ്ടായിരുന്നു, പക്ഷെ അത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ആ കുട്ടി ഇങ്ങനെ ഒരു 3-4 പേജ് എസ് എഴുതിയിട്ട്, എസ് എന്ന് പറഞ്ഞിങ്ങനെ എഴുതിയിട്ട്
അച്ഛനുണ്ടി കൊടുത്തിട്ട് പോയി. അച്ഛനത് മനസ്സിലാക്കാൻ മോന് കൊടുക്കാൻ പറഞ്ഞു. എന്നിട്ട് അങ്ങനെ അച്ഛൻ എന്ത് പറഞ്ഞു? അച്ഛൻ എന്താ പറയാ, അച്ഛൻ പോകുന്ന സമയത്ത് ഇതേടാ കൊച്ചു ഇങ്ങനെ ചൂണ്ടി കാണിച്ചു പറഞ്ഞു, ആ കുട്ടി എന്നാന്ന് പറഞ്ഞു. അപ്പൊ കുട്ടി ഇങ്ങനെ നാണം കൊണ്ടിങ്ങനെ മരത്തിൽ ഇങ്ങനെ ഒളിച്ചു നിന്നു. ഓക്കെ, അതാണ് ഒരു എന്തായിരുന്നു ആ 4 പേജസ്? പിന്നെ ഇത്രയും പറഞ്ഞിട്ട് ആ മരത്തിന്റെ പുറകിൽ നിൽക്കുന്ന പെങ്കൊച്ചിനെ ഓർമ്മയുണ്ട്, ആ എസ് എ ഓർമ്മയില്ലല്ലേ? അത് തന്നെ പാട്ട് ഒരുപാട് ഇഷ്ടമാണ്. ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം ഐഡിയ ഒക്കെ കൊടുത്ത്. ചേട്ടന് ഇഷ്ടമാണോ? ചേട്ടന് ഇഷ്ടമാണോ? അല്ല അവന് വായിക്കാൻ അറിയില്ല. എന്നിട്ട് ആരൊക്കെ വായിപ്പിച്ചേ? എന്താ എന്താ അല്ല എന്തായിരുന്നു അതിനകത്ത് ആ ഒരു എലമെന്റ്? ചേട്ടന് ഇഷ്ടമാണോ? ഇഷ്ടാന്ന് പറഞ്ഞു. എന്നിട്ട് മറുപടി കൊടുത്തു അക്കത്തിന്? ഇല്ലില്ല, ആ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു. താങ്ക് യു ഫോർ റിസീവിംഗ് യുവർ ലെറ്റർ. താങ്ക് യു ഫോർ റിസീവിംഗ്. ഒഫീഷ്യൽ മെയിൽ. താങ്ക് യു അല്ല പുള്ളി പറഞ്ഞു അത് ഇങ്ങനെ താങ്ക് യു ഫോർ യുവർ ലവ് ആൻഡ് സപ്പോർട്ട്. ഓക്കെ, സന്തോഷം. വേറെ ആരെങ്കിലും ഓലൊന്നും കിട്ടില്ല? ഗിഫ്റ്റ് ഒരു കടലാസ് പോലും കിട്ടുന്നില്ല ഓല്. അല്ല, ഒരു ഗിഫ്റ്റിൽ ഇങ്ങനെ കത്ത് അങ്ങനെ എഴുതിയിട്ടുണ്ട്. എന്തായിരുന്നു ഗിഫ്റ്റ്? ഗിഫ്റ്റ് എനിക്കൊരു ഹെഡ്ഫോൺസ് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നീ പാട്ട് കേട്ട് പഠിക്കുന്നു പറഞ്ഞ് തന്നെയാണോ? ഇല്ല, അങ്ങനെ ചിലപ്പോ പക്ഷെ അതെനിക്ക് ഗുണമായി. പിന്നെ അങ്ങനെ ഇഷ്ടമാണോ അങ്ങനെ വന്ന് കുറച്ച് ആ ഇഷ്ടങ്ങളെല്ലാം ഒഴിവാക്കിയോ? ഇല്ല, ഒഴിവാക്കും അങ്ങനല്ല, നമ്മളെ കണ്ടു വേറൊരു സെൻസിൽ എടുക്കാതെ വളരെ ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ അതൊരു വളരെ മാന്യനായ ഒരു ചെറുപ്പക്കാരൻ നല്ല കല്യാണാലോചനകൾ ക്ഷണിക്കുന്നു. വേണ്ട, കത്തുകൾ, പൂമാലകൾ, നോട്ടുമാലകൾ, ഗിഫ്റ്റുകൾ ഒന്നും സ്വീകരിക്കുന്നില്ല. വേണ്ട. ഈ പരിപാടി കണ്ടോണ്ടിരിക്കുന്ന ആരെങ്കിലും ദയവ് ചെയ്ത് ഒരു കത്തെഴുതി അത്യാവശ്യമായിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ അതെങ്ങനെയല്ല ഗിഫ്റ്റിന്റെ രൂപത്തിലാണെങ്കിലും സന്തോഷം ഇരു കൈ നീട്ടി സ്വീകരിക്കുക. ഇവരുടെ കണക്ക് നമ്മൾ അങ്ങനെ വേണ്ടെന്നൊന്നും പറയില്ല. ആര് തന്നാലും പറഞ്ഞില്ലല്ലേ? ഓക്കെ, ഈ കൂട്ടത്തിൽ ഡ്രാമ ക്യൂൻ. ഞാൻ വെറുതെ തലയിങ്ങനെ വെച്ചതേ ഉള്ളൂ. ഓക്കെ, അത് കിങ്ങടാ. കൂൻ രണ്ടുപേരും പാവങ്ങളല്ലേ? ഈ കൂട്ടത്തിലില്ല. ഓക്കെ, ഈ കൂട്ടത്തിൽ പെട്ടെന്ന് കരയുന്ന ആളാരാ? സങ്കടം വന്ന് ഞാൻ കരയുന്ന കൂട്ടത്തില്ല. ഞാൻ വിചാരിച്ചു ഞാൻ അങ്ങനെ കരയുന്ന കൂട്ടത്തില്ല. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ 3-4 തവണയൊക്കെ കരഞ്ഞിട്ടുണ്ട്. എന്താ ലോല ഹൃദയമായതുകൊണ്ടാണോ? അറിയില്ല, പിന്നീട് എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ ഇങ്ങനെ കരച്ചിലൊക്കെ നിർത്തണമെന്നുള്ളത്? അതിന് എപ്പോഴും ആവട്ടെ അറിയുന്നല്ല. എന്നാലും പെട്ടെന്ന് സങ്കടം വരും അല്ലേ? സങ്കടം അങ്ങനല്ല, പിന്നെന്തിനാ നിങ്ങൾ കരയുന്നേ? ഒരു ഇമോഷണൽ ഫാക്ടർ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കരയും. ഇപ്പൊ ഒരു പാട്ട് ഇട്ട് അമ്മയെ പറ്റിയുള്ള പാട്ട് ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് കരയും. പെട്ടെന്ന് ദേഷ്യം വരുന്ന ആർക്കാ? ഈ തങ്കക്കുടം പോലുള്ള ചെറുപ്പക്കാരനെയാണോ നിങ്ങൾ ദേഷ്യം വരുന്നു എന്ന് പറയുന്നത്? എന്ത് പറയാൻ തോന്നി നിങ്ങൾക്ക്? എങ്ങനെ പറയാൻ? അതെ, ആ മുഖത്ത് നോക്കിയിട്ട് നല്ലൊരു അപ്രീസിയേഷൻ കിട്ടുമ്പോൾ ശരിക്കും ഈ നമുക്ക് നിങ്ങളുടെ ഒരു ബാക്കിയുള്ള ഒരു സപ്പോർട്ട് എങ്ങനെ ഇപ്പൊ നന്ദ പാടി അല്ലെങ്കിൽ ശ്രീ പാടി എന്ന് പറഞ്ഞ് വരുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ശരിക്കും ദൈവമേ നല്ല മാർക്ക് കിട്ടിയോ എന്നുള്ള ടെൻഷനാണോ അതോ ഒരു സപ്പോർട്ടീവ് മൈൻഡ് ആണോ ശരി നിങ്ങൾക്ക് അന്ന് വരുന്നത്? ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നോ? കോമ്പറ്റീഷൻ അല്ല, എന്തായാലും ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ എന്തായാലും ഉണ്ടോ? എങ്ങനെയായിരുന്നു? ദേഷ്യം വരുമെങ്കിലും ആള് പാവമായിരുന്നു? അല്ല, നിങ്ങള് ഞാൻ പാവമായിരുന്നു അല്ല, എന്നാലും ഒരു സ്വയം വിലയിരുത്തൽ വെച്ചിട്ട് ഞാൻ പാവമാണ്. ഇപ്പോഴും അംഗീകരിക്കുന്ന പാവമാണെന്ന് തന്നെ. ഓക്കെ, ഇതിനകത്ത് ഏറ്റവും നല്ലൊരു ഫാമിലി പേഴ്സൺ ആരാ? ഫാമിലി പേഴ്സൺ ഉദ്ദേശിച്ചത് കുടുംബമായിട്ട് കൂടുതൽ സമയം ചെലവഴിക്കുന്ന ഒരാള് ഈ കൂട്ടത്തില്? അരവിന്ദ്. വീട് അങ്ങോട്ട് വരും, അച്ഛൻ അവരെല്ലാരും അപ്പൊ അരവിന്ദ് തന്നെ. അരവിന്ദ് എല്ലാരും ഞാനും ഗോകുലും നന്ദയും നാട്ടിലാണ്, ഇവിടെ കൊച്ചി തന്നെയാണ്. നമുക്ക് സദ്യയിലേക്ക് പോയാലോ? ഹോളിഡേന്റെ സദ്യയാണ്, ഓണം സ്പെഷ്യൽ ആണ്. ഇവിടുത്തെ 30ഓളം പ്ലസ് കറികൾ ഉൾപ്പെടുന്ന വലിയ സദ്യയാണ്. അതിൽ 4 ടൈപ്പ് പായസം ഉണ്ട്, ബോളി ഉണ്ട്. എങ്ങനെയുണ്ട്? ഇതുപോലെ ഗംഭീര സദ്യ നിങ്ങൾക്കും പ്രീ ബുക്ക് ചെയ്യാം. നമുക്ക് ഇവിടുന്ന് ടേക്ക് അവേ ഉണ്ട്.
അപ്പോൾ 4, 5 ഉത്രാടം തിരുവോണ ദിവസങ്ങളിലാണ് ഇവിടെ സദ്യ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്കും കോണ്ടാക്ട് ചെയ്യാം അല്ലേ? അത് നമുക്കൊന്ന് കഴിച്ചു നോക്കിയാലോ ആദ്യം. ഓക്കെ, എന്തൊരു ആവേശം അത് പറഞ്ഞു കഴിഞ്ഞപ്പോ. അങ്ങനെ ഞങ്ങള് വിഭവസമൃദ്ധമായ സദ്യയിലേക്കാണ് ഇനി പോകുന്നത്. ആകാംക്ഷയോടെ കാത്തിരുന്ന അല്ലേ, നിങ്ങൾ ഇത് ഈ ഒരു നിമിഷത്തിന് വേണ്ടിയല്ലേ നിങ്ങൾ കാത്തിരുന്നത്? ഒരു നേരത്തെ ആഹാരം വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞാണ് ഇവർ ഇത്രയും പേര് ഇവിടെ കൊണ്ടുവന്നത് അല്ലേ? അല്ലേ, നമ്മൾ ലൈവ് ജീവിതം എങ്ങനെയാണല്ലോ ഒരു ആഹാരത്തിന് വേണ്ടിയിട്ടുള്ള ഹോളിഡേയിലെ സദ്യ വെരി കിടു സദ്യയാണ്. നിങ്ങൾക്ക് കഴിച്ച് തുടങ്ങുമ്പോൾ മനസ്സിലാവും. അപ്പൊ എന്നാലും നമുക്ക് കഴിച്ചു തുടങ്ങിയാലോ? ഈ വർഷത്തെ ആദ്യത്തെ സദ്യയാണോ? ഓണസദ്യ അല്ലേ? അപ്പൊ ഐശ്വര്യമായിട്ട് അങ്ങോട്ട് തുടങ്ങ. ഈ വർഷം ഇതുപോണക്ക് ശരിക്കും അങ്ങോട്ട് സദ്യ കിട്ടും. ആർക്കോ ഇത് നമ്മള് മാത്രല്ല, അതൊന്ന് റെക്കോർഡ് കൊറേ പേര് ഇതിന്റെ ബാക്കിൽ ഈ നമ്മള് മാത്രല്ല ഇവിടെ ഇരുന്ന് കൊറേ പേര് ഇതിന്റെ ബാക്കിൽ ഇരിപ്പുണ്ട്. അവരെല്ലാരും നമ്മളിങ്ങനെ രൂക്ഷമായി നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടോ? കൊതിയോടാ. അതെ, അപ്പൊ എല്ലാരും ഒന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് അങ്ങ് കഴിക്കാം. നിങ്ങൾ വീട്ടില് പാചകം ആരും മൂത്ത് നോക്കുന്നില്ല. എക്സ്ക്യൂസ് മീ, എന്റെ സ്വന്തം ഇവിടെ എന്താ വീട്ടിൽ പാചകം ചെയ്യാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട കറി ഏതാ? ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുവോ? ഗോകുലിനോ? അടുക്കളയിലൊക്കെ അൽഫാം ഗോകുൽ. ഞാൻ വെജിറ്റേറിയനാ. ഫുള്ള് വെജിറ്റേറിയനാ. ഏറ്റവും ഇഷ്ടപ്പെട്ട വെജിറ്റേറിയൻ ഏതാ? അവിയലൊക്കെ ഇഷ്ടാ. കിഴങ്ങ് മെഴുക്ക് വരട്ടി. ഹായ് കിഴങ്ങ്. വീട്ടില് സഹായിക്കാറുണ്ടോ അടുക്കളയില്? എന്താ സഹായിക്കാം? ദോശ ഇടും അല്ലേ? മനസ്സ് ചീത്ത വിളിക്കും. ഒരു ഇച്ചിരി ചോറ് തിന്നാൻ സമ്മതിക്കൂല്ലേ? സാധാരണ ഇങ്ങനെ കേൾക്കുമ്പോ തിരിച്ചൊന്നും പറയാണ്ടിരിക്കേണ്ടതല്ല. അല്ല അല്ലേ, വായിൽ ചോറായുണ്ട്. അത് തെറിക്കണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും. ഒന്ന് ചിരിക്കുകയും ചെയ്യണം. കോൺസെൻട്രേഷൻ ഇവിടെ എന്തോ നടക്കുന്ന പോലെ. ഇവിടെ ഒരു പപ്പടം ചൂടുവെള്ളം തിളപ്പിക്കും. പാചകം ചെയ്യാറുണ്ടോ? ഒരു പപ്പടം. അങ്ങനെയല്ല, ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് പാചകം ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഇൻട്രസ്റ്റ് വന്നിട്ടില്ല. നമുക്കൊരു അതെ. എക്സ്പെരിമെന്റ് നടത്താനുള്ള ഇല്ല ഇല്ല ഇല്ല. ഈ പ്രാവശ്യം ഓണത്തിൽ എല്ലാരും ഇവിടെ നാട്ടിൽ തന്നെ ഉണ്ടോ അതോ ഷോസും കാര്യങ്ങളൊക്കെ കഴിക്കും? ഉണ്ട്, ഇവിടെ ഉണ്ടോ? നാട്ടിലുണ്ടോ ഈ പ്രാവശ്യം ഓണത്തിന്? ഇല്ല ഇല്ല, ഓണത്തിന് പുറത്തായിരിക്കും. ഈ കൂട്ടത്തിൽ ഏറ്റവും നല്ല ഫുഡ് ആരാ ഈ ഇരിക്കുന്നതില്? ഞാനായിരിക്കും. ഇതിനകത്ത് ഒരു സിനിമ ചെയ്യുകയാണെങ്കിൽ, ഒരു സിനിമ കമ്പോസ് ചെയ്യാണ്, ഒരു അവസരം കിട്ടിയാണ്, ഇതിനകത്ത് ഒരാളെ പാട്ട് പാടാൻ വിളിച്ച് ആരെ കൊണ്ട് പാടിക്കും? ഒരാളെ. അത് ഇതുപോലത്തെ സിനിമ ഇങ്ങനത്തെ പാട്ടാന്ന് നോക്കിയിട്ടിരിക്കും. ഇവർക്ക് 4 പേർക്കും ഇത്ര പേർക്ക് ഒരുമിച്ച് പാടാൻ പറ്റുന്ന ഒരു പാട്ടാണ്. ഒരുമിച്ച് പാടാൻ പറ്റും. ഇവർക്ക് ഇതേപോലെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന പാട്ടുകൾ തന്നെ. പാട്ടില്ല, വിഷയമല്ലേ, സമ്മതിക്കില്ല. നൈസായിട്ട് ആർക്കെങ്കിലും നമുക്ക് കോമൺലി പാടാൻ പറ്റുന്ന ഒരു പാട്ടാണ്. കോമൺലി പാടാൻ പറ്റുന്ന പാട്ടാണെങ്കിൽ ഞാനിങ്ങനെ വിളിച്ചു നോക്കും. ഞാൻ തന്നെ ബലറാമിനെ വിളിക്കും, ബലറാം പറയാന്ന് ഒഴിവില്ലെന്ന്. ചിലപ്പോ ഗൂഗിളിലായിരിക്കും ഫ്രീ, എല്ലാവരും എന്തിനായിരിക്കും ഫ്രീ അല്ലേ നമ്മുടെ. ആരാണ് ആദ്യം ഫ്രീ ആവുന്നത് അവർക്ക് അവസരം കൊടുക്കും. അടുത്തുള്ള ചെലവ് കുറവ്, ട്രാവല് മാത്രം കൊടുക്കാൻ വേണ്ടിയില്ലേ? അതൊരു വലിയ ചെലവ്. ഇതിനകത്ത് മോസ്റ്റ് എക്സ്പെൻസ് ആരാ? ഏറ്റവും ദൂരം കൂടുതൽ താമസിക്കുന്നതാണോ? അത് ഡിസ്റ്റൻസ് അല്ല. അല്ല, ഞാൻ അത് ട്രാവൽ അല്ല ഉദ്ദേശിച്ചത്. ദൂരത്താരാന്നാണോ ഉദ്ദേശിച്ചത്? കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടാ. അങ്ങനെ അറിയില്ല. ആവശ്യത്തിനനുസരിച്ച് പൈസ ചെലവാക്കാം, കിട്ടുന്നതനുസരിച്ച് ചെലവാക്കുക. അതാണോ ചോദിച്ചേ? പാടിപ്പിക്കാനായിട്ട് ഏറ്റവും ഞാനും വിചാരിച്ചു പാടി. ഞാൻ അങ്ങനൊന്നും ചിന്തിച്ചില്ല. ഇനിയിപ്പോ അങ്ങനെ വേണമെങ്കിലും പറയാം.
ചോദ്യത്തിൽ നമുക്ക് അങ്ങനെ വളച്ചോടിക്കാം. അങ്ങനെ വേണ്ട. വേണ്ടല്ലേ? നമുക്ക് മാറ്റിയാലേ. എത്തിയിട്ടില്ല. ഈ കൂട്ടത്തിൽ ആദ്യം സ്റ്റേറ്റ് അവാർഡ് കിട്ടാൻ പോകുന്ന ആർക്കാ? ചിലപ്പോ ഗൂഗിളിന് കള്ള ചെലവുണ്ട്. ആക്ച്വലി ഞാൻ അവന്റെ അടുത്ത് അതുപോലെ എന്താ ചോദിച്ചു, പക്ഷെ അവൻ അതിനെ പറ്റി അങ്ങനെ ചിന്തിച്ചിട്ടില്ലായിരുന്നു. വിനയം കൊണ്ടാ? വിനയം കൊണ്ടല്ല, ബുദ്ധിയില്ലാത്തോണ്ട്. നമ്മൾ പെട്ടെന്ന് അങ്ങനെ ആലോചിക്കുന്നില്ല. കിട്ടിയോ? ഞാനൊരു ദിവസം ഇങ്ങനെ ചോദിച്ചുടാ നിനക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടും ഇപ്രാവശ്യം. എളിമ കൊണ്ട് സമ്മതിച്ച ചിരിച്ചു തള്ളി. അങ്ങനെ വലിയ വലിയ ഗായകർ അങ്ങനെ തിരിച്ചു തള്ളിയില്ല, അവനിങ്ങനെ കുറെ നേരം ഇങ്ങനെ ഇരുന്നു. അതൊന്നും മനസ്സിലാക്കാനുള്ള ബുദ്ധിയാപാവതയില്ല. ഞാൻ കിട്ടുന്നത് ആലോചിക്കുന്നതായിരുന്നു. ഓ, അത് ആ മൊമെന്റ്. ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്തായിരുന്നു? എനിക്ക് സാമ്പാർ. ഞാൻ സാമ്പാർ ഫാനാണ്. ഓക്കെ, നോക്കണോ, തുറന്നു നോക്കണോ? എനിക്ക് മറ്റേ പൈനാപ്പിൾ അല്ല മുന്തിരി മധുരക്കറി. കഴിക്കോ? എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു. എന്നാലും കൊണ്ടാട്ടമുളകിന്റെ ഉപ്പോ മുറുമുറു കറക്റ്റ് ആയിരുന്നു. താങ്ക് യു. ഉപ്പ് നന്നായിരുന്നു. ഈ പായസം ഇഷ്ടപ്പെട്ടോ? ഒരു ഗ്ലാസ് കൂടെ തരട്ടെ? വേണ്ട വേണ്ട. ഓക്കെ, ഷുവർ ഡേറ്റാ? അങ്ങനല്ല, ഉണ്ടല്ലോ ബാക്കി എല്ലാം. കഴിക്കോ? അവിയൽ എങ്ങനെ? എല്ലാം പാകത്തിനായിരുന്നു? വന്ന് പറഞ്ഞ് പാലക്കാടൻ അവിയൽ എന്നൊക്കെ പറഞ്ഞിട്ട് അത് വ്യത്യാസമുണ്ടോ? ഓക്കെ, ഞാൻ വിചാരിച്ചു ഒറ്റ നോട്ടത്തിൽ പാലക്കാടൻ അവിയൽ എന്നൊക്കെ കണ്ടുപിടിച്ച്. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. സെറ്റായിരുന്നു. പിന്നെ ഇഷ്ടപ്പെട്ട ഇത് വിഭവം ഇതിനകത്ത്? അവിയൽ. എനിക്ക് അവിയൽ ഇഷ്ടമാണ്. ഞാൻ ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഇനി കൈയിട്ട് വരാം. ഓക്കെ, അപ്പോ കാണുന്ന പ്രേക്ഷകര് പറയും നിങ്ങളെ വിളിച്ചിട്ട് ഒരു പാട്ട് പാടിച്ചില്ലല്ലോ എന്നുള്ളൊരു ചിന്ത. ഓക്കെ, അത് കഴിഞ്ഞു. ഊണ് കഴിഞ്ഞ് ഞാൻ എടുത്തോണ്ട് പോയി. ഓക്കെ, അത്ര ടേസ്റ്റ് ആയിരുന്നു ആ കറി. ഓക്കെ, അപ്പൊ നിങ്ങളെ ഇനി വിളിച്ച് ഒരു പാട്ട് പാടിച്ചില്ല എന്ന് പറഞ്ഞൊരു പരാതി വേണ്ട. ഓണമൊക്കെ അല്ലേ, നമുക്കൊന്ന് വൈബാക്കാൻ ഒരു പാട്ടായാലോ? നീ വരൂ പൊന്നോണത്തുമ്പി ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. അപ്പോ ജിഞ്ചർ മീഡിയയുടെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.